ഹലോ, അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോവാണ്. അപ്പോൾ ലോറക്കുഞ്ഞ് കാതൊക്കെ കുത്തിന്ന് പറ, കാണിച്ചു നോക്ക്. സുന്ദരിയായിട്ടില്ലേ ചോദിച്ച് ചോദിക്ക്. നാണം വന്നോ? നാണം വന്നോ? എന്റെ കഥ നേരത്തെ കുത്തിയതല്ലേ, ഇത് വേറെ കമ്മലാ. ലോറക്കുച്ചി സുന്ദരിയായി ഇപ്പൊ. ഞങ്ങൾ ഫസ്റ്റ് ഡീക്കാത്തലോണിലേക്കാണ് പോയത്. പക്ഷെ ഞങ്ങളവിടെ ഒരു 9:45 എത്തി. പക്ഷെ അവർ 10 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. അപ്പം ഞങ്ങൾ അത്രയും നേരം അവിടെ വരെ ജസ്റ്റ് പുറത്ത് ജസ്റ്റ് ഒരു പാർക്കല്ല, പച്ച സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോറയുടെ കുറേ വികൃതി ഇതൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പറ, ഞാൻ വണ്ടിയിലൊക്കെ പേടിച്ചു വരച്ചിരിക്കണെന്തിനാ നീ? അപ്പം നമ്മളവിടെ പോയത് ലോറയ്ക്ക് കുറച്ച് വിൻ്റർ ക്ലോത്ത്സും അതുപോലെ ജാക്കറ്റും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിക്കാത്തലോണിലേക്ക് പോയത്. പക്ഷെ അവിടെ ഒരു 4 വയസ്സിൻ്റെ മേലുള്ളവർക്കൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവൾക്ക് പറ്റിയത് അങ്ങനെ അധികം ഞങ്ങൾക്ക് കിട്ടിയില്ല അവിടെ നിന്ന്. ലോറ അത് ബൊമ്മയാണ്, ഇങ്ങോട്ട് വാ. സോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറ. അതെല്ലാം അറേഞ്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേത്ത് വെക്കൂലേ? സ്ഥലം വേണ്ടേ? ഇത് ഈ സാധനങ്ങൾ ഇടാനുള്ള സ്ഥലമാണ്, പിന്നെ ഇരുന്ന് കളിക്കാനുള്ളതല്ല. അത് സാരമില്ല, മോൻ അവിടെ ഇരുന്നു, നീ ഇവിടെ ഇരിക്കണത് തന്നെയാ നല്ലത്. വെക്കൂല പോരെ, മേത്ത് വെക്കൂല. അതൊക്കെ ഞാൻ ഇതിന്റെ മേലെ 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 ഞാൻ വെച്ചോളാം. കഴിഞ്ഞ പുള്ളിക്കാരെ അവിടെ പോയി പിണങ്ങി നിക്കണതായി കാണണേ. ടാറ്റാ. ഇങ്ങോട്ട് വായും ഇങ്ങോട്ട് കുടുങ്ങാണ്ട് പോളേ. എന്തേ പോവാത്ത? അത് ഇതൊക്കെ കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ പൈസ കൂടെ കൊണ്ടുവരുട്ടല്ലോ പറയാം. നിന്നിവിടെ നിർത്തിയിട്ട് പോവും. പണിക്കാരായിട്ട് ഇവിടെ നിന്നോ? ഫോണൊക്കെ അവിടെ ഇരുന്നോളും. എന്തുട്ടാന്ന്? അത് വേസ്റ്റ് സാധനം, അതിന്റെ മേലെ പോയി നോക്കല്ലേ. വേസ്റ്റ് ഇടണതാ. ഇതിവിടെ ഇരുന്നോ? അവിടെ കൈയും കിട്ടിയിരുന്നോ? ഇതെവിടെ കണ്ടല്ലോ ആരാ? പിന്നെ ഇപ്പോഴല്ലേ ഡാൻസ് കളിക്കണേ? അതൊന്നും ഇടാൻ പറ്റൂല. നീ എവിടെന്നാ കണ്ടത്? നിന്റെ ഫോണോ? നെറ്റില്ല വീട്ടിൽ ചെന്നാലേ നെറ്റ്. അപ്പം നമ്മളിത് കുറച്ച് സാധനങ്ങളൊക്കെ ലോറക്കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് മേടിച്ചിട്ട് വേറെ കടയിലേക്ക് പോവാ. ലോറയ്ക്ക് മിഠായിയും ജ്യൂസും മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവള് വീഡിയോയിൽ വന്നില്ല അല്ലേ? ലോറ പിണക്കോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലോറയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നേരെ അങ്കമാലിയിലെ ഓപ്ഷൻസിലേക്ക് പോയി. അവിടെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഉടുപ്പൊന്നുമല്ല, ജീൻസും ആവശ്യത്തിന്. അതുപോലത്തെ ഉടുപ്പ് വീട്ടിലിരുന്നിട്ട് നീ ഇടൂലല്ല. അങ്ങനത്തെ കുത്തിക്കൊള്ളൂന്ന് പറഞ്ഞിട്ട് നീ ഇടാറില്ലല്ലോ ഉടുപ്പ്. അങ്ങനെ ലോറയ്ക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ലേഡീസിൻ്റെ താഴത്തെ സെക്ഷനിലോട്ട് വന്നു. അവിടെ കുറേ ഇങ്ങനത്തെ ഗൗൺസും കാര്യങ്ങളും കണ്ടു കേട്ടോ. എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്ര വലിയ റേറ്റ് ഒന്നും വരണമൊന്നുമില്ല. എനിക്ക് ആ ഒരു ഈ മെറൂൺ കളർ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ റേറ്റ് നോക്കിയപ്പോൾ ഒരു 3000 ഒക്കെ വരുന്നുള്ളൂ. വലിയ എന്താ പറയുക, നമുക്ക് നല്ല ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റും. നല്ല അത്യാവശ്യം കുറച്ച് കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ.
ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അല്ലേ. എനിക്കിവിടെ ഭയങ്കര കരച്ചിൽ ബഹളമായിരുന്നു ഫുൾ ടൈം, അവളെ ഇടുക്കെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് മാത്രമല്ല, ഈ 2 കടയിൽ തന്നെ കയറി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ചു. ഒരു 8:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം സമയം ഒരു 1:30 എന്തോ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിച്ചു. അപ്പോൾ മറ്റേ അങ്കമാലിയിലെ സൽക്കാര എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നമ്മൾ കയറി. എന്നിട്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അതിൻ്റെ ബിരിയാണിയൊക്കെ വന്നു, ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിച്ചു. പക്ഷെ ഫുള്ള് കഴിക്കാൻ വയറ് സമ്മതിച്ചില്ല. എന്നിട്ട് ബാക്കി വന്നത് ഞങ്ങൾ പാഴ്സലും കൂടെ പറഞ്ഞു. പിന്നെ ഇവർ എന്താ എനിക്കറിയില്ല, ബിരിയാണിയുടെ കൂടെ പപ്പടവും അച്ചാറും തരില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വേണം അത്.